Good morning, friends. കൊറോണ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ IT ഇൻഫ്രാസ്ട്രക്ചർ പരിശീലന പദ്ധതിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ എന്ന വിഷയത്തെക്കുറിച്ച് വിശദമായി പഠിക്കാൻ പോവാണ്. എന്താണ് ഹാർഡ്വെയർ പോലുള്ള അടിസ്ഥാന ചർച്ചകളുടെ ആവശ്യമില്ലാത്തൊരു IT സമൂഹമാണ് നമ്മുടെ ചുറ്റുമുള്ളതെന്ന് അറിയാം. എങ്കിൽ പോലും ഒരു പൊതു കാഴ്ചപ്പാടിൽ തുടങ്ങിക്കഴിഞ്ഞാൽ ഹാർഡ്വെയർ ഈസ് എ ഫിസിക്കൽ പാർട്ട് ഓഫ് ദ കമ്പ്യൂട്ടർ വിച്ച് വി ക്യാൻ ടച്ച് ആൻഡ് സീ. And software is the data and instructions given to the computer so that we will get a productive output from the system. കമ്പ്യൂട്ടറിലേക്ക് കൊടുക്കുന്ന വിവരങ്ങളെയും നിർദ്ദേശങ്ങളെയും സോഫ്റ്റ്വെയർ എന്നും നമുക്ക് കാണാനും സ്പർശിക്കാനും പറ്റുന്ന ഘടകഭാഗങ്ങളെ ഹാർഡ്വെയർ എന്ന് വിളിക്കുന്നു. ഇതാണ് പൊതുവായ ഡെഫിനിഷൻ. ഇതിൽ നമ്മുടെ ചർച്ചയിൽ തുടങ്ങുന്നത് കമ്പ്യൂട്ടർ ഹാർഡ്വെയർ എന്ന വിഷയത്തെക്കുറിച്ചാണ്. ഹാർഡ്വെയറിനെ നമ്മൾ പലതായിട്ട് തരംതിരിക്കുന്നുണ്ട്. എന്തായാലും നമ്മൾ പുറത്തുനിന്ന് കാണുന്ന ഒരു അപ്രോച്ചിൽ മോണിറ്റർ, കീബോർഡ്, മൗസ് എന്ന തലത്തിലല്ല നമ്മൾ ക്ലാസ് തുടങ്ങുന്നത്. കാരണം കമ്പ്യൂട്ടറിന്റെ പുറത്തെ രൂപത്തെക്കുറിച്ച് വിശദീകരിക്കേണ്ട ആവശ്യം ഇവിടെ ആർക്കൊണ്ടെന്ന് തോന്നുന്നില്ല. അപ്പം അതുകൊണ്ട് തന്നെ കമ്പ്യൂട്ടറിന്റെ അകത്തെ ഘടകഭാഗങ്ങളെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽ ഡിസ്കഷനിൽ നമ്മൾ തുടങ്ങി വെക്കുകയാണ്. അപ്പോൾ നമുക്ക് അതിന് രണ്ടായിട്ട് തരംതിരിക്കാറുണ്ട്: ലോജിക്സ് ഏരിയ, പെരിഫറൽ ഏരിയ എന്ന തരത്തിൽ. ഇന്നത്തെ നമ്മുടെ ക്ലാസ് കൂടുതലും മുമ്പോട്ട് പോകുന്നത് ലോജിക്സ് എന്ന വിഷയത്തെക്കുറിച്ചാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ ഇതിന്റെ ഹെഡിങ് ഇടണമെന്നുണ്ടെങ്കിൽ ലോജിക്സ് തിയറി നമുക്ക് ഈ ക്ലാസ്സിനെ വിളിക്കാം. കമ്പ്യൂട്ടറിനകത്തുള്ള ഡിജിറ്റൽ ഇലക്ട്രോണിക് ഘടകഭാഗങ്ങളെ പൊതുവായി വിളിക്കുന്ന പേരാണ് ലോജിക്സ് എന്നത്. അങ്ങനെ വിളിക്കാൻ കാരണം ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് എന്നത് പൊതുവായി ബൈനറി ലോജിക്സ് എന്ന മാത്തമാറ്റിക്കൽ ശാഖയിൽ നിന്നുണ്ടായി വന്നതായതുകൊണ്ട് പൊതുവെ എല്ലാ ഡിജിറ്റൽ ഇലക്ട്രോണിക് ഉപകരണങ്ങളെയും നമ്മൾ ലോജിക്സ് എന്ന് വിളിക്കാറുണ്ട്. അത് ടിപ്പിക്കൽ ഭാഷയിലുള്ള കമ്പ്യൂട്ടർ ഉപകരണങ്ങൾ മാത്രമല്ല, മറ്റ് ഡിജിറ്റൽ ഇലക്ട്രോണിക് ഉപകരണങ്ങളെയും പൊതുവായി വിളിക്കുന്ന പേര് ലോജിക്സ് എന്ന് തന്നെയാണ്. എന്തായാലും നമുക്ക് ലോജിക്സിന്റെ അടിസ്ഥാന ചർച്ചകൾ തുടങ്ങി വയ്ക്കാം. നമ്മുടെ കമ്പ്യൂട്ടറിനകത്തുള്ള ലോജിക് സർക്യൂട്ടുകളെ നമ്മൾ രണ്ടായിട്ട് തരംതിരിക്കും. വി വിൽ ക്ലാസിഫൈ ഇറ്റ് ഇൻടു മദർബോർഡ് ഏരിയ ആൻഡ് ദ ആഡ് ഓൺ കാർഡ് ഏരിയ. അതായത് രണ്ട് തലത്തിലാണ് നമുക്ക് അതിന്റെ ഡെഫിനിഷൻ വരിക: മദർബോർഡ്, ആഡ് ഓൺ കാർഡ്. എന്താണ് ഇത്രയും ടെക്നിക്കലി അഡ്വാൻസ്ഡ് ആയ കാലഘട്ടത്തിലും നമുക്ക് മൾട്ടിപ്പിൾ സർക്യൂട്ട്സ് ആയി മാറ്റി നിർത്തുന്നത്? എന്തുകൊണ്ട് എല്ലാ ഘടകങ്ങളെയും ഒരു സർക്യൂട്ട് ബോർഡിലേക്ക് ഇന്റഗ്രേറ്റ് ചെയ്ത് കൂടാ? തീർച്ചയായും സിംഗിൾ ബോർഡ് കമ്പ്യൂട്ടർ എന്ന ആശയം ഇപ്പോൾ നിലവിലുണ്ട്. എങ്കിൽ പോലും ഒരു ശരാശരി ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടിംഗ് ആർക്കിടെക്ചർ പരിഗണിക്കുമ്പോൾ നമ്മൾ രണ്ടായി തരംതിരിക്കാറുണ്ട്: മദർ ബോർഡ് ആൻഡ് ദ ആഡ് ഓൺ കാർഡ്. അതായത് പല ഗുണങ്ങൾ ഈ ആർക്കിടെക്ചറിനുള്ളതുകൊണ്ടാണ് നമ്മൾ ഇപ്പോഴും അത് ഫോളോ ചെയ്യുന്നത്. ഉദാഹരണത്തിന്, ഞാൻ കമ്പ്യൂട്ടർ വാങ്ങുമ്പോൾ ലോകത്തുള്ള എല്ലാ ഫംഗ്ഷനാലിറ്റികളും ഇന്റഗ്രേറ്റ് ചെയ്ത് കമ്പ്യൂട്ടർ വാങ്ങണമെന്ന് എനിക്ക് ആവശ്യമുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഒരു കസ്റ്റമൈസബിലിറ്റി എന്ന ആനുകൂല്യത്തിന് വേണ്ടി ഞാൻ മദർ ബോർഡ്, ആഡ് ഓൺ കാർഡ് ആർക്കിടെക്ചർ പിന്താങ്ങുന്നുണ്ട് ആ കാര്യത്തിൽ. അതുപോലെ തന്നെ എന്റെ കമ്പ്യൂട്ടറിന് ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ആ സ്പെസിഫിക് ആയ ഒരു സർക്യൂട്ട് കമ്പോണന്റ് മാറ്റിയിട്ട് പരിഹരിക്കുക, അല്ലെങ്കിൽ ആ ഫംഗ്ഷനാലിറ്റിക്ക് പകരമുള്ള ഒരു ആഡ് ഓൺ കാർഡ് പ്ലഗ് ചെയ്യുക. ഈ രണ്ട് ഓപ്ഷൻസ് ആണ് എൻ്റെ മുമ്പിലുള്ളത്. അതുകൊണ്ട് അതിൽ തന്നെ ഒരു ആഡ് ഓൺ കാർഡ് ഉപയോഗിച്ച് ആ ഫംഗ്ഷനാലിറ്റി മാറ്റിവെക്കുക എന്ന താരതമ്യേന എളുപ്പമാണ്. അതുകൊണ്ട് തന്നെ സർവീസബിലിറ്റി എളുപ്പമാക്കുന്നു എന്നുകൊണ്ടും മദർ ബോർഡ്, ആഡ് ഓൺ കാർഡ് ഫിലോസഫി എനിക്ക് ഇഷ്ടമാണ്. കൂടാതെ ഞാൻ ഈ കമ്പ്യൂട്ടർ വാങ്ങുന്ന സമയത്ത് മാർക്കറ്റിൽ ലഭ്യമല്ലാതിരുന്ന പല ഫംഗ്ഷനാലിറ്റികൾ ഒരുപക്ഷെ നാളെ ഉണ്ടാവാം. അത്തരത്തിലുള്ള ഒരു അപ്ഗ്രേഡബിലിറ്റി സൗകര്യത്തിന് വേണ്ടി ഞാൻ മദർ ബോർഡ്, ആഡ് ഓൺ കാർഡ് ഫിലോസഫി ഫോളോ ചെയ്യുന്നുണ്ട്. ഇനി സ്പെസിഫിക് ആയിട്ട് നമുക്ക് മദർ ബോർഡ് എന്ന ഇലക്ട്രോണിക് കമ്പോണന്റിലേക്ക് വരാം. മദർ ബോർഡിനെ കുറിച്ചുള്ള ഒരു പൊതുവായ ചർച്ചയായിട്ടാണ് തുടങ്ങുന്നത്. 4 അടിസ്ഥാന ഭാഗങ്ങളായി മദർ ബോർഡ് തരംതിരിക്കാറുണ്ട്. വി വിൽ നോർമലി ഡിവൈഡ് ഇറ്റ് ഇൻടു ദ മൈക്രോ പ്രോസസർ ഏരിയ, സ്ലോട്ട്സ് ഏരിയ, memory area and the peripheral area. So we will start our discussion with the microprocessor area of the computer. ഇപ്പോൾ കമ്പ്യൂട്ടറിൽ മദർ ബോർഡിൽ അടക്കമുള്ളതിൽ ഏറ്റവും പ്രാധാന്യമുള്ള ഇലക്ട്രോണിക് ഘടകഭാഗം മൈക്രോ പ്രോസസർ എന്നാണ്. നമ്മളുടെ ഇന്നത്തെ ചർച്ചയിൽ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കാൻ പോകുന്നതും മൈക്രോ പ്രോസസർ എന്താണെന്നും അവയുടെ ആർക്കിടെക്ചറിനെ കുറിച്ചുള്ള ചർച്ചയാണ്. സോ അവർ ഡിസ്കഷൻ സ്റ്റാർട്ട് വിത്ത് ദ മൈക്രോ പ്രോസസർ. വാട്ട് ഈസ് എ മൈക്രോ പ്രോസസർ? നമുക്കിനി എന്താണ് മൈക്രോ പ്രോസസർ നോക്കാം. നമ്മളുടെ കമ്പ്യൂട്ടറിൽ 5 ഘടകഭാഗങ്ങളുണ്ടെന്ന് നമ്മൾ അടിസ്ഥാന കമ്പ്യൂട്ടിംഗ് ക്ലാസ്സുകൾ പഠിച്ചിട്ടുള്ളത് അല്ലേ? ഓർമ്മയുണ്ടല്ലോ. ഇൻപുട്ട് യൂണിറ്റ്, ഔട്ട്പുട്ട് യൂണിറ്റ്, അരിത്തമെറ്റിക് ലോജിക് യൂണിറ്റ്, കൺട്രോൾ യൂണിറ്റ് ആൻഡ് മെമ്മറി യൂണിറ്റ്. ഓക്കെ, നമുക്ക് വിശദീകരണം ആവശ്യമില്ല, നിങ്ങൾക്കറിയാം. ഈ 5 ഘടകഭാഗങ്ങൾ ഒരുമിച്ച് ഒരു സർക്യൂട്ട് ബോർഡാക്കി മാറ്റിയാൽ എന്ത് എന്ന് ഇന്റഗ്രേറ്റഡ് സർക്യൂട്ടിൽ കണ്ടുപിടിച്ച കാലം മുതലേ പലരുടെയും മനസ്സിലുണ്ട്. പക്ഷേ ഈ 5 ഘടകഭാഗങ്ങളെ ഒരുമിച്ച് ഒരു സർക്യൂട്ട് ബോർഡിലാക്കുന്നതിന് പ്രായോഗികമായി പല പരിമിതികളുണ്ടായിരുന്നു. ഉദാഹരണത്തിന്, ഒരു ഇൻപുട്ട് യൂണിറ്റ് നിങ്ങൾക്ക് ഒരു IC-ക്കകത്താക്കാൻ പറ്റില്ല.
കാരണം എത്രത്തോളം ടെക്നോളജി വികസിച്ചാലും എനിക്ക് ഇൻപുട്ട് ചെയ്യണമെങ്കിൽ നോർമൽ ഞാൻ കൈവിരലുകൾ ഉപയോഗിച്ചാണ് ഇൻപുട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ഇൻപുട്ട് യൂണിറ്റിന്റെ ഇന്റഗ്രേറ്റഡ് സർക്യൂട്ടിന്റെ ഭാഗമായി കഴിഞ്ഞാൽ എനിക്കിത് ഉപയോഗിക്കാൻ പറ്റില്ല. സ്വാഭാവികമായും ഔട്ട്പുട്ട് യൂണിറ്റും എനിക്ക് ICയുടെ ഭാഗമാക്കാൻ പറ്റില്ല. അപ്പൊ നമ്മുടെ കയ്യിൽ മിച്ചമുള്ളത് 3 ഘടകഭാഗങ്ങളാണ്: അരിത്തമെറ്റിക് ലോജിക് യൂണിറ്റ്, കൺട്രോൾ യൂണിറ്റ് ആൻഡ് മെമ്മറി യൂണിറ്റ്. ഇതിൽ മെമ്മറി ടെക്നോളജി ICകൾ മാത്രമല്ല ഉള്ളത്, മാഗ്നറ്റിക്, ഓപ്റ്റിക്കൽ ഉൾപ്പെടെയുള്ള പല സാങ്കേതിക വിദ്യകൾ ഉൾക്കൊള്ളുന്നതിനാൽ മെമ്മറി ടെക്നോളജികളും ICക്ക് വഴങ്ങാൻ, എല്ലാ തരത്തിലുള്ള മെമ്മറി ടെക്നോളജികളും ICക്ക് വഴങ്ങാൻ എളുപ്പമല്ല. മിച്ചം നമ്മുടെ മുമ്പിലുള്ള ഘടകഭാഗം എന്നത് ഒരു കമ്പ്യൂട്ടറിന്റെ അരിത്തമെറ്റിക് ലോജിക് യൂണിറ്റും കൺട്രോൾ യൂണിറ്റുമാണ്. അതുകൊണ്ട് തന്നെ ഒരു കമ്പ്യൂട്ടറിന്റെ അരിത്തമെറ്റിക് ലോജിക് യൂണിറ്റും കൺട്രോൾ യൂണിറ്റും ഒരു സർക്യൂട്ട് ബോർഡിലേക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാനുള്ള ആശയത്തിന്റെ പേരാണ് നമ്മൾ മൈക്രോ പ്രോസസർ എന്ന് വിളിച്ചത്. സോ മൈക്രോ പ്രോസസർ ഈസ് ആൻ ഇന്റഗ്രേഷൻ ഓഫ് അരിത്തമെറ്റിക് ലോജിക് യൂണിറ്റ് ആൻഡ് കൺട്രോൾ യൂണിറ്റ് ഇൻടു എ സിംഗിൾ പീസ് ഓഫ് സിലിക്കൺ. സാങ്കേതിക വിദ്യകളുടെ കാര്യത്തിൽ ഒരു തരത്തിൽ അത്ഭുതമായിരുന്നു ഇന്റൽ എന്ന കമ്പനി ആദ്യമായി കൊണ്ടുവന്ന 4004 അഥവാ 4004 എന്ന പേരുള്ള മൈക്രോ പ്രോസസർ. ഒരുപക്ഷെ 1000-ൽ താഴെ ട്രാൻസിസ്റ്ററുകൾ മാത്രം അടങ്ങിയിരുന്ന ആ ഒരു അടിസ്ഥാന മൈക്രോ പ്രോസസറിൽ നിന്ന് ഇപ്പോഴത്തെ കാലഘട്ടത്തിലെ മൈക്രോ പ്രോസസറിലേക്ക് വരുമ്പോൾ അതിനകത്ത് സ്കെയിൽ ഓഫ് ഇന്റഗ്രേഷൻ 10 മടങ്ങ് വർദ്ധിക്കുകയും, 10 മടങ്ങ് എന്ന വാക്ക് ഉപയോഗിച്ചാൽ പോരാ, ഒരുപക്ഷെ കോടിക്കണക്കിന് ട്രാൻസിസ്റ്ററുകൾ ഒരൊറ്റ ഇലക്ട്രോണിക് സർക്യൂട്ടിന്റെ ഭാഗമായി മാറുന്നതാണ് പുതിയ ജനറേഷൻ മൈക്രോ പ്രോസസർ. അതായത് എന്റെ കൈവെള്ളയിൽ ഒതുങ്ങാൻ പറ്റുന്ന തരത്തിലുള്ള ഈ ചെറിയ ടെക്നോളജിക്ക് ഒരുപക്ഷെ ഒരു കാലഘട്ടത്തിൽ ഒരു ഫാക്ടറിയേക്കാൾ വലിപ്പത്തിൽ സർക്യൂട്ടിൽ ഉപയോഗിക്കേണ്ടി വന്നിട്ടുണ്ട് നമുക്ക്. അതാണ് മൈക്രോ പ്രോസസറിന്റെ ഏറ്റവും വലിയ ഗുണവും. മൈക്രോ പ്രോസസറിനെ കുറിച്ച് നമുക്ക് കുറച്ച് കൂടുതൽ ചർച്ച ചെയ്യണം. ജനറേഷൻസ് ഓഫ് മൈക്രോ പ്രോസസറെ കുറിച്ചൊരു ധാരണ ഉണ്ടാവണം നമുക്ക്. അപ്പോൾ നമ്മുടെ ടോപ്പിക്കില് അതിന്റെ ഫണ്ടമെന്റൽ ആസ്പെക്റ്റിൽ വികസിപ്പിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് കാര്യങ്ങളൊന്ന് മൈക്രോ പ്രോസസറിനെ കുറിച്ച് അറിയാന്നുള്ളത് തന്നെയാണ്. ഹാർഡ്വെയറിനെ കുറിച്ചുള്ള ഒരു ക്ലാസ് എന്ന തലത്തിലേക്ക് തുടങ്ങിയപ്പോൾ പലയിടത്തും ഉണ്ടായ ചർച്ചകളിലൊന്ന് എന്തുകൊണ്ട് നമുക്ക് വേഗത്തിൽ ഒരു കമ്പ്യൂട്ടർ അസംബ്ലിങ്ങിലേക്കും അഡ്വാൻസ് ടോപ്പിക്കുകളിലേക്കും നീങ്ങിക്കൂടാ എന്നുള്ളതാണ്. നമുക്ക് നാച്ചുറലി അത്തരം വിഷയങ്ങൾ വരുന്നുണ്ട്. പക്ഷെ ഇത് മനസ്സിലാക്കേണ്ട കാര്യം, ഇതൊരു സ്പെസിഫിക് ബ്ലോഗിങ്ങോ ടെക്നിക്കൽ ടോക്കുകളെക്കാൾ കൂടുതൽ ഒരു പഠന പദ്ധതിയാണ്. അടിസ്ഥാന കാര്യങ്ങൾ മുതലാണ് നമ്മൾ ചർച്ച ചെയ്തു വരുന്നത്. അതുകൊണ്ട് തന്നെ മൈക്രോ പ്രോസസർ വിഷയത്തെക്കുറിച്ച് ആഴത്തിൽ മനസ്സിലാക്കേണ്ടത് ഈ രംഗത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ആർക്കും ഏറ്റവും ഒഴിച്ചുകൂടാനാവാത്ത സംഗതിയാണ്. നമുക്ക് അതുകൊണ്ട് തന്നെ മൈക്രോ പ്രോസസർ എന്ന വിഷയത്തെക്കുറിച്ച് കുറച്ച് കൂടുതൽ പഠിക്കാൻ നോക്കാം. സോ ലെറ്റ് us discuss little bit deep into the term called മൈക്രോ പ്രോസസർ. അടിസ്ഥാനപരമായി ഇതൊരു ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട് ആണ്. നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു കമ്പ്യൂട്ടറിന്റെ അരിത്തമെറ്റിക് ലോജിക് യൂണിറ്റും കൺട്രോൾ യൂണിറ്റും ഒരു സിലിക്കൺ കഷ്ണത്തിലേക്ക് ഒതുക്കുന്ന ആശയമാണ് ബേസിക്കലി മൈക്രോ പ്രോസസർ എന്ന്. ഒരു മൈക്രോ പ്രോസസറിന് 3 അടിസ്ഥാന ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. മൈക്രോ പ്രോസസറിന്റെ ഡേറ്റ കപ്പാസിറ്റി, സ്പീഡ് ആൻഡ് മെമ്മറി അഡ്രസ്സിംഗ് കപ്പാസിറ്റി. ഈ 3 കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പുറകെ നോക്കാം. ആദ്യ തലത്തിൽ നമുക്ക് ഡേറ്റ കപ്പാസിറ്റി എന്ന കൺസെപ്റ്റ് ആലോചിക്കാം. ഏറ്റവും അടിസ്ഥാനപരമായി കമ്പ്യൂട്ടിങ്ങിൽ ഉപയോഗിക്കുന്ന ഒരു യൂണിറ്റ് ബിറ്റ് ആണ്. നമുക്ക് പരിചയം ഉണ്ടാവും. ബിറ്റ് എന്നത് ബൈനറി ഡിജിറ്റ് എന്ന വാക്കിന്റെ ചുരുക്കെഴുത്താണ്. ഒരു ബിറ്റ് ഓഫ് ഡേറ്റ എന്ന് വെച്ചാൽ നമ്മൾ ഒരു ലൈനിലൂടെ ഒരു വിവരം ഒഴുകുകയാണെങ്കിൽ നമുക്ക് അതിനെ ഒരു ബിറ്റ് എന്ന് വിളിക്കാം. 4 ലൈനുകളിലൂടെ നിങ്ങളുടെ കമ്പ്യൂട്ടറിലേക്ക് വിവരങ്ങൾ ഒഴുകിച്ചേർത്തുന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ 4 ബിറ്റ് ഓഫ് ഡേറ്റ എന്ന് വിളിക്കാം. എൻ്റെ മൈക്രോ പ്രോസസർ 8 ബിറ്റാണ്, 16 ബിറ്റാണ്, 32 ബിറ്റാണ് തുടങ്ങിയ വാക്കുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പൊ അതിന്റെ അർത്ഥത്തെക്കുറിച്ച് നമുക്ക് ആദ്യം ആലോചിക്കാം. ഉദാഹരണത്തിന് ഇന്റൽ എന്ന കമ്പനി പുറത്തിറക്കിയ ലോകത്ത് ആദ്യത്തെ മൈക്രോ പ്രോസസർ, അതിന്റെ പേര് 4004 അഥവാ 4004 എന്നായിരുന്നു. ഈ 4004 ഒരു പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഒരു 4 ബിറ്റ് മൈക്രോ പ്രോസസറാണ്. 4 ബിറ്റ് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്റെ കയ്യിലുള്ള ഒരു 4 ബിറ്റ് സംഖ്യയെ വേറൊരു 4 ബിറ്റ് സംഖ്യയുമായിട്ട് കൂട്ടാനോ കുറയ്ക്കാനോ ഗുണിക്കാനോ ഹരിക്കാനോ എനിക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അടിസ്ഥാനപരമായി ഞാൻ ഉപയോഗിക്കുന്നത് ഒരു 4 ബിറ്റ് മൈക്രോ പ്രോസസറാണ്. 4 ബിറ്റ് മൈക്രോ പ്രോസസർ കൊണ്ട് ഒരു കമ്പ്യൂട്ടർ ഉണ്ടാക്കാൻ പറ്റില്ല. കാരണം അടിസ്ഥാനപരമായ കമ്പ്യൂട്ടർ ഒരു ആൽഫ ന്യൂമറിക് ഡിവൈസ് ആണ്. അക്ഷരങ്ങളെയും അക്കങ്ങളെയൊക്കെ ഹാൻഡിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ 4 ബിറ്റ് കൊണ്ട് ഉണ്ടാക്കുന്ന കോമ്പിനേഷനുകൾ പോരാതെ വരും. തിയറട്ടിക്കലി പറഞ്ഞാൽ 4 ബിറ്റുകൾ കൊണ്ട് നമുക്ക് ഉണ്ടാക്കാവുന്ന മാക്സിമം കോമ്പിനേഷൻ 2⁴ ആണ്. അതായത് 16 കോമ്പിനേഷൻ മാത്രമുള്ള 4 ബിറ്റ് മൈക്രോ പ്രോസസർ ഒരിക്കലും നമുക്ക് ഒരു കമ്പ്യൂട്ടറിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റില്ല. ഇന്റൽ 4004 എന്ന ഉൽപ്പന്നം ഒറിജിനലി ഉണ്ടാക്കിയത് കാൽക്കുലേറ്ററുകൾക്ക് വേണ്ടിയാണ്. കമ്പ്യൂട്ടറിന് വേണ്ടി ഇന്റൽ ആദ്യമായി നിർമ്മിച്ച മൈക്രോ പ്രോസസർ ഇന്റൽ 8008 ആണ്. അതായത് ആദ്യത്തെ 8 ബിറ്റ് മൈക്രോ പ്രോസസർ. തീർച്ചയായും നമുക്കൊരു കമ്പ്യൂട്ടർ ഉപയോഗിക്കാവുന്ന ഉപകരണം. കേൾക്കുമ്പോൾ എളുപ്പവും തോന്നുന്ന ഒരു ആശയമാണ്.
മൈക്രോ പ്രോസസർ വരുന്നു, ലോകത്തുള്ള കമ്പനികളെല്ലാം കമ്പ്യൂട്ടറുകൾ മൈക്രോ പ്രോസസർ ഉപയോഗിച്ച് നിർമ്മിച്ചു തുടങ്ങി എന്ന രീതിയിൽ. അങ്ങനെയല്ല സംഭവിച്ചത്. നിലവിലുള്ള കമ്പ്യൂട്ടർ കമ്പനികൾ അവരുടെ ഒരു മുറി നിറഞ്ഞിരിക്കുന്ന കമ്പ്യൂട്ടർ ഉപകരണങ്ങൾക്ക് പകരം ഈ ചെറിയ ചിപ്പ് ഉപയോഗിച്ച് മേശപ്പുറത്ത് വെക്കാവുന്ന ഒരു കമ്പ്യൂട്ടർ ഇൻഡസ്ട്രിയിലോട്ട് മാറുകയൊന്നും അല്ല ഉണ്ടായത്. അതിന് പകരം മിക്ക കമ്പനികളും പറഞ്ഞത്, ഇപ്പോൾ IBM പ്രശസ്തമായ ഒരു വാചകം എടുത്ത് പറഞ്ഞാൽ, ബിഗ് കമ്പനീസ് മേക്ക് ബിഗ് കമ്പ്യൂട്ടേഴ്സ് ആൻഡ് സ്മോൾ കമ്പനീസ് മേക്ക് സ്മോൾ കമ്പ്യൂട്ടർ എന്ന തലത്തിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ വിപണിയിൽ 8008 പരാജയമായിരുന്നു. ഇന്ത്യയിൽ കുറച്ചുകൂടെ ഡെവലപ്മെന്റ്സ് നടത്തി അടുത്ത ലെവലിൽ ഇറക്കിയ ഒരു ചിപ്പാണ് 8080. ഈ 8080യും 8-ബിറ്റ് ടെക്നോളജി തന്നെയാണ് ഉപയോഗിക്കുന്നത്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ച അർത്ഥത്തിൽ പറഞ്ഞാൽ 8-ബിറ്റ് ടെക്നോളജി എന്നത് അർത്ഥമാക്കുന്നത് എന്റെ കയ്യിലുള്ള ഒരു 8-ബിറ്റ് നമ്പറിനെ വേറൊരു 8-ബിറ്റ് നമ്പറുമായിട്ട് നേരിട്ട് പ്രോസസ് ചെയ്യാൻ കഴിവുള്ളതാണ് ബേസിക്കലി 8-ബിറ്റിന്റെ മൈക്രോ പ്രോസസർ. അതായത് അതിന്റെ എക്സിക്യൂഷൻ യൂണിറ്റിന്റെ ബിറ്റ് കപ്പാസിറ്റിയാണ് 8-ബിറ്റ്. സ്വാഭാവികമായും 8-ബിറ്റുള്ള മൈക്രോ പ്രോസസറിലേക്ക് വിവരങ്ങൾ വഹിച്ചുകൊണ്ട് പോകാൻ 8 ലൈനുകൾ അകത്തേക്ക് ഉണ്ടാവും. അകത്തെത്തി അത് പ്രോസസ് ചെയ്യാൻ 8-ബിറ്റ് വലിപ്പമുള്ള ഒരു എക്സിക്യൂഷൻ യൂണിറ്റ് ഉണ്ടാവും. ഇതെല്ലാം കൂടെ ചേരുന്നതാണ് അടിസ്ഥാനപരമായി 8-ബിറ്റ് മൈക്രോ പ്രോസസർ സാങ്കേതിക വിദ്യ. ഇന്റൽ 8080 എന്ന പേരിൽ ഉണ്ടാക്കിയ മൈക്രോ പ്രോസസറിനെ അധിഷ്ഠിതമാക്കി കമ്പ്യൂട്ടർ ഉണ്ടാക്കാൻ 1970-ൽ പല കമ്പനികളും മുമ്പോട്ട് വന്നു. പക്ഷേ കൊച്ചു കമ്പ്യൂട്ടറുകളുടെ വിപണി അത്രത്തോളം വികസിച്ചിട്ടില്ലാത്തതുകൊണ്ടും ഇന്റൽ 8080ക്ക് സാങ്കേതികമായ ചില പിഴവുകൾ തുടക്കത്തിൽ ഉണ്ടായിരുന്നുകൊണ്ടും ഈ പരീക്ഷണങ്ങൾ മിക്കതും പരാജയപ്പെട്ടു. സ്വാഭാവികമായും ഇന്റൽ അവരുടെ ഗവേഷണം മുമ്പോട്ട് നയിച്ച് കുറച്ചുകൂടെ മികച്ച 8085 എന്ന മൈക്രോ പ്രോസസർ വിപണിയിൽ ഇറക്കി. ഒരുപക്ഷെ നമ്മൾ എംബഡഡ് സിസ്റ്റംസ് എന്നൊക്കെ അറിയപ്പെടുന്ന കൺസെപ്റ്റിൽ ഏറ്റവും ആദ്യം വന്ന മൈക്രോ പ്രോസസർ ഫാമിലികൾ ഒന്ന് 8085 ആണ്. അതായത് കൂടുതലും കമ്പ്യൂട്ടറുകളെക്കാൾ കൂടുതൽ എംബഡഡ് സിസ്റ്റം, അതായത് കമ്പ്യൂട്ടിംഗ് പവർ അകത്ത് ഒളിപ്പിച്ച് വെച്ച ഉപകരണങ്ങളിലാണ് 8085 കൂടുതൽ പ്രയോജനപ്പെട്ടത്. ഒരുപക്ഷെ വിപണിയും ചെറിയ കമ്പ്യൂട്ടറുകൾ സ്വീകരിക്കാൻ തയ്യാറല്ലായിരുന്നുകൊണ്ട് എംബഡഡ് സിസ്റ്റങ്ങളിൽ 8085 നല്ലവണ്ണം പ്രചാരം ലഭിച്ചു. തുടർന്ന് ഇന്റൽ 8086 എന്ന മൈക്രോ പ്രോസസർ പുറത്തിറക്കുന്ന സമയത്ത് ഒരു വലിയ വിപ്ലവമായിരുന്നു ഇന്റലിന്റെ 8086 മൈക്രോ പ്രോസസർ. കാരണം 8-ബിറ്റ് സാങ്കേതികവിദ്യക്ക് പകരം 16-ബിറ്റ് സാങ്കേതികവിദ്യ ആദ്യമായി ഉപയോഗിച്ച ഇന്റൽ മൈക്രോ പ്രോസസറാണ് 8086. ലോകത്ത് ആദ്യത്തെ 16-ബിറ്റ് മൈക്രോ പ്രോസസർ അല്ല 8086. പക്ഷേ ഇന്റൽ ടെക്നോളജിയിൽ ആദ്യമായി 16-ബിറ്റ് ഉപയോഗിച്ചത് 8086 എന്ന മൈക്രോ പ്രോസസറാണ്. ഇതോടെ വരവോടുകൂടി പലപ്പോഴും കാര്യങ്ങൾ മാറി മറിഞ്ഞു. ഇന്റൽ തന്നെ നടത്തിയ ഒരു അനൗൺസ്മെന്റ് പ്രകാരം IBM കുറച്ചു വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടർ തരുന്നതിനേക്കാൾ കൂടുതൽ പവർ തരാൻ കഴിവുള്ള ഒരു ചെറിയ ചിപ്പായിരുന്നു അടിസ്ഥാനപരമായി 8086. വിപണി പക്ഷേ പോസിറ്റീവായിട്ട് ഇതിനോട് പ്രതികരിച്ചില്ല. കാരണം 8-ബിറ്റ് ടെക്നോളജിയിൽ നിന്ന് 16-ബിറ്റിലേക്ക് മാറുമ്പോൾ ഉണ്ടാകുന്ന ഒരു വലിയൊരു ഡിസൈൻ ചേഞ്ച്, മദർ ബോർഡ് ആർക്കിടെക്ചറിൽ ഉണ്ടാകുന്ന ചേഞ്ചുകൾ, നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ആഡ് ഓൺ കാർഡ് ടെക്നോളജിയിൽ ഉണ്ടാവേണ്ട ചേഞ്ചുകൾ, ഇതിനെല്ലാം സാധൂകരിക്കാവുന്ന മികവുള്ള ഒരു 16-ബിറ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം വിപണിയിൽ ഇല്ലായിരുന്നു. സ്വാഭാവികമായും 8086 വിപണിയിൽ അധികം വിജയം ഉണ്ടാക്കിയില്ല. തുടർന്ന് ഇന്റൽ ഒരു കോംപ്രമൈസ് ചിപ്പ് റിലീസ് ചെയ്തു. നമ്മൾ ബിറ്റ് ടെക്നോളജിയുടെ കാര്യത്തിൽ പറഞ്ഞാൽ വളരെ ബുദ്ധിപരമായ ഒരു സമീപനമായിരുന്നു 8088 എന്ന മൈക്രോ പ്രോസസർ. 8088 പ്രത്യേകത, ഇന്റേണലി അത് 16-ബിറ്റ് പ്രോസസ്സിംഗ് കഴിവുള്ളതായിരുന്നു. എന്നാൽ പുറത്തേക്ക് വരുന്ന ലൈനുകൾ 8-ബിറ്റ് മാത്രമാണുള്ളത്. അതായത് ഇന്റേണലി ഇറ്റ് ലുക്ക് ലൈക്ക് 8086 ബട്ട് എക്സ്റ്റേണലി ഇറ്റ് ലുക്ക് ലൈക്ക് 8085. അപ്പൊ അകത്തൊന്ന് പുറത്തൊന്ന് രീതിയിൽ ഇറങ്ങിയ ഈ മൈക്രോ പ്രോസസർ ടെക്നോളജി പെട്ടെന്ന് തന്നെ മാർക്കറ്റിൽ ഹിറ്റായി. കാരണം അതിന്റെ ഏറ്റവും വലിയ മെച്ചം 16-ബിറ്റ് ടെക്നോളജി ഉള്ളൊരു കമ്പ്യൂട്ടർ ഉണ്ടാക്കുകയും എന്നാൽ അതിന് വേണ്ട മറ്റ് അഡീഷണൽ ഘടകഭാഗങ്ങളെല്ലാം 8-ബിറ്റ് സാങ്കേതികവിദ്യ തുടരാമെന്നുള്ളതായിരുന്നു ഇതിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. ഇത് ഉപയോഗിച്ച് കമ്പ്യൂട്ടർ ഉണ്ടാക്കാൻ പല കമ്പനികളും മുമ്പോട്ട് വന്നു. അതായത് 80കളുടെ കാലഘട്ടത്തിൽ വിപണിയിൽ ഏറ്റവും എസ്റ്റാബ്ലിഷ്ഡ് ആയ IBM PC ആർക്കിടെക്ചറിന്റെ മൈക്രോ പ്രോസസറായി മാറിയത് 8088 ആണ്. നമുക്ക് ഫിസിക്കലി അങ്ങനൊരു ഉപകരണത്തിന്റെ ഒരു മദർ ബോർഡ് നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ ഒരുപക്ഷെ 80കളുടെ തുടക്കത്തിൽ വന്ന 8088 അധിഷ്ഠിതമായ ഒരു മദർ ബോർഡാണ്. ആ സമയത്ത് ഇറങ്ങിയ ഒരു മെഷീന്റെ മദർ ബോർഡാണ്. നിങ്ങൾ ഇവിടെ കാണുന്നുണ്ടെങ്കിൽ ഈ കാണുന്ന ഈ ചിപ്പാണ് ഇന്റൽ 8088 എന്നത്. നമ്മൾ 3 പാരാമീറ്ററിനെ കുറിച്ച് ചർച്ച നടത്തുകയായിരുന്നു. അതിൽ ആദ്യത്തെ പാരാമീറ്റർ ഡേറ്റ കപ്പാസിറ്റിയെ കുറിച്ചാണ് പറഞ്ഞത്. അതിൽ നമ്മൾ 8-ബിറ്റ് 16-ബിറ്റ് സാങ്കേതിക വിദ്യകളെ കുറിച്ച് വരെ ചർച്ച ചെയ്തു. തുടർന്ന് 2 വാക്കുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിൽ രണ്ടാമത്തത് സ്പീഡാണ്. ഒരു മൈക്രോ പ്രോസസറിന്റെ പെർഫോമൻസ് തീരുമാനിക്കുന്ന അടുത്ത ഘടകമാണ് സ്വാഭാവികമായ സ്പീഡ്. ഒരു കസ്റ്റമർക്ക് ഏറ്റവും പരിചിതമായ ഘടകവും സ്പീഡ് തന്നെയാണ്. എത്ര മെഗാഹെഡ്സ് ആണ്, എത്ര ജിഗാഹെഡ്സ് ആണ് നിങ്ങളുടെ കമ്പ്യൂട്ടറിന്റെ വേഗത എന്നത്
ടെക്നോളജിയുമായിട്ട് വലിയ ബന്ധമില്ലാത്തവർക്ക് പോലും അറിയാമായിരിക്കും. എത്ര ബിറ്റ് ടെക്നോളജിയാണ് നിങ്ങളുടെ മൈക്രോ പ്രോസസർ ഉപയോഗിക്കുന്നത് അറിയാത്ത വ്യക്തികൾക്ക് പോലും സ്വന്തം കമ്പ്യൂട്ടറിന്റെ വേഗതയെക്കുറിച്ച് ധാരണയുണ്ടാവും. വേഗത എന്നത് ബേസിക്കലി അളക്കുന്നത് ബിറ്റ്സ് പെർ സെക്കൻഡ് എന്ന അളവ് പോലും ഉപയോഗിച്ചാണ്. അതായത് തിയറട്ടിക്കൽ ഭാഷയിൽ പറഞ്ഞാൽ ഒരു മൈക്രോ പ്രോസസറിനെ ഒരു പൾസ്, ഒരു ഹെഡ്സ് ആണ് വേഗത. അതായത് തിയറട്ടിക്കലി പറഞ്ഞാൽ ഒരു മൈക്രോ പ്രോസസറിന് ഒരു ഹെഡ്സ് ആണ് വേഗത എന്നതിനർത്ഥം അതിന് ഒരു സെക്കൻഡിൽ ഒരു കാര്യം ചെയ്യാൻ പറ്റും എന്നാണ്. 1000 ഹെഡ്സ് ആണ് മൈക്രോ പ്രോസസറിന്റെ വേഗത എന്നതിന് അർത്ഥം ഒരു സെക്കൻഡിൽ 1000 കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്നാണ്. 1000 ഹെഡ്സ് ആണ് മൈക്രോ പ്രോസസറിന്റെ വേഗതയെങ്കിൽ സ്വാഭാവികമായി നമ്മൾ അതിനെ ഒരു കിലോ ഹെഡ്സ് ഉള്ള വേഗതയുള്ള മൈക്രോ പ്രോസസർ എന്ന് വിളിക്കുന്നു. 1000 കിലോ ഹെഡ്സ് ചേരുമ്പോൾ മെഗാ ഹെഡ്സ് ആയി മാറും. 1000 മെഗാ ഹെഡ്സ് ചേരുമ്പോൾ ജിഗാ ഹെഡ്സ് ആയി മാറുകയും ചെയ്യും. കമ്പ്യൂട്ടിംഗ് ഇൻഡസ്ട്രിയിൽ ഞാൻ തൊട്ടുമുമ്പ് കാണിച്ച ഈ മദർ ബോർഡ് ഒന്നുകൂടെ നോക്കിയാൽ 8088 മൈക്രോ പ്രോസസർ വർക്ക് ചെയ്തിരുന്നത് 4.77 മെഗാ ഹെഡ്സ് എന്ന വളരെ കുറഞ്ഞ വേഗതയിലാണ്. അതായത് 5 മെഗാ ഹെഡ്സിന് താഴെയുള്ള ഒരു വേഗതയിലാണ് നിങ്ങളുടെ മൈക്രോ പ്രോസസർ ആദ്യകാലത്ത് വർക്ക് ചെയ്തിരുന്നത്. നിങ്ങൾ 81-ലെ ഒരു കമ്പ്യൂട്ടറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ 47,70,000 കാര്യങ്ങൾ ഒരു സെക്കൻഡിൽ അതിന് ചെയ്യാൻ പറ്റും എന്നും അർത്ഥമുണ്ട്. 4.77 വളരെ കുറഞ്ഞ വേഗത എന്ന് പറയുമ്പോൾ ചിന്തിക്കേണ്ട കാര്യം, ഒരു സെക്കൻഡിൽ ഈ വേഗത കുറഞ്ഞ ഉപകരണത്തിന് തിയറട്ടിക്കൽ ഭാഷയിൽ പറഞ്ഞാൽ 47,70,000 കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് ഒരു സെക്കൻഡിൽ നമുക്ക് എന്ത് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്നോട് ചിന്തിച്ചു കഴിഞ്ഞാൽ കമ്പ്യൂട്ടറിന്റെ വേഗത കുറവിനെ കുറിച്ച് നമ്മൾ പറയുന്ന അർത്ഥമില്ലാതാവും. സ്വാഭാവികമായും ഈ 4.77 എന്ന വേഗത വർദ്ധിച്ചു വന്നു. ടെക്നോളജി, IC ഫാബ്രിക്കേഷൻ ടെക്നോളജി വികസിക്കുന്നതനുസരിച്ച് കൂടുതൽ വേഗതയുള്ള, കൂടുതൽ ക്ലോക്ക് സ്പീഡിൽ വർക്ക് ചെയ്യാൻ കഴിയുന്ന കമ്പ്യൂട്ടറുകൾ വികസിച്ചു തുടങ്ങി. ഇപ്പം ഇന്റൽ എന്ന കമ്പനിയുടെ ഉടമസ്ഥൻ ഗോർഡൻ മൂർ എന്ന വ്യക്തി ആ സമയത്ത് അത്രത്തോളം പ്രചാരം കിട്ടിയിട്ടില്ലാത്തൊരു നിയമത്തിന്റെ പേര് മൂർസ് ലോ ഓഫ് കമ്പ്യൂട്ടിംഗ് എന്നാണ്. അതായത് ദ കപ്പാസിറ്റി ഓഫ് എ മൈക്രോ ചിപ്പ് ഡബിൾസ് എവരി 18 മന്ത് എന്ന ഏകദേശം അർത്ഥമുള്ള ഒരു നിയമമായിരുന്നു ഗോർഡൻ മൂർ ഉണ്ടാക്കിയത്. ഒരു മൈക്രോ ചിപ്പ് വികാസം, ടെക്നോളജി ഡെവലപ്പ് ചെയ്യുന്നതനുസരിച്ച് ഏകദേശം 18 മാസത്തിന്റെ കാലയളവിൽ നിലവിൽ ഇപ്പോഴുള്ള വേഗതയേക്കാൾ ഇരട്ടി വേഗതയുള്ള കമ്പ്യൂട്ടിംഗ് ഉപകരണങ്ങൾ ഉണ്ടാവുന്നതായിരുന്നു ഗോർഡൻ മൂറിന്റെ തിയറി. പിന്നീട് ഇൻഡസ്ട്രിയിൽ വളരെ പോപ്പുലറായി മാറിയ തിയറികളിൽ ഒന്നാണ് മൂർസ് ലോ ഓഫ് കമ്പ്യൂട്ടിംഗ് എന്നത്. നിങ്ങൾക്ക് ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കാവുന്ന വാക്കാണ് മൂർസ് ലോ ഓഫ് കമ്പ്യൂട്ടിംഗ് എന്നത്. സോ നമ്മൾ പറഞ്ഞു വന്നത് ഇന്റൽ 8088 മൈക്രോ പ്രോസസറുകളെ കുറിച്ചാണ്. ഇന്റൽ 8088 മൈക്രോ പ്രോസസർ IBM PCയുടെ ഭാഗമായി വന്നതുകൊണ്ട് സ്വാഭാവികമായും വിപണിയിൽ പോപ്പുലാരിറ്റി നേടി. 16 ബിറ്റ് ടെക്നോളജിയിൽ ആദ്യത്തെ ചിപ്പായിരുന്നെങ്കിലും അത് പുറത്തും നോക്കുമ്പോൾ 8 ബിറ്റ് ആയിരുന്നു എന്ന് നമ്മൾ പറഞ്ഞു. ഇതാണ് ഇന്റൽ 8088 മൈക്രോ പ്രോസസർ. തുടർന്ന് ഇന്റൽ 80286 എന്ന പേരിൽ പൂർണ്ണമായും 16 ബിറ്റ് ടെക്നോളജിയിൽ അധിഷ്ഠിതമായ ഒരു ചിപ്പ് ഉണ്ടാക്കുകയും IBM പുറത്തിറക്കിയ IBM PC-AT എന്ന മെഷീന്റെ ഭാഗമായി ഇത് മാറുകയും ചെയ്തു. നമ്മൾ നേരത്തെ 2 ഘടകങ്ങൾ ചർച്ച ചെയ്തു: സ്പീഡ് ഓഫ് ദ മൈക്രോ പ്രോസസർ ആൻഡ് ഡേറ്റ കപ്പാസിറ്റി ഓഫ് ദ മൈക്രോ പ്രോസസർ. ഇനി നമുക്ക് മൂന്നാമത്തെ കാര്യം ചർച്ച ചെയ്യാനുള്ള സമയമാണ്. അതായത് മെമ്മറി അഡ്രസ്സിംഗ് കപ്പാസിറ്റി ഓഫ് എ മൈക്രോ പ്രോസസർ. ഒരു മൈക്രോ പ്രോസസറിന് എത്ര വേഗതയുണ്ട്, എത്ര ഡേറ്റ ഹാൻഡിലിംഗ് കഴിവുണ്ടെന്ന് പോലെ തന്നെ പ്രസക്തമായ ഒരു വിഷയമാണ് അതിന് എത്രത്തോളം മെമ്മറി ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്നുള്ളത്. മെമ്മറി എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ പ്രൈമറി മെമ്മറിയാണ്. പ്രൈമറി മെമ്മറി എന്ന കൺസെപ്റ്റ് നമ്മൾ ഇനി കുറച്ച് കൂടുതൽ വിശദമായി പിന്നീട് ചർച്ച ചെയ്യുന്നുണ്ട്. എങ്കിൽ പോലും സ്വാഭാവികമായി നിങ്ങൾക്ക് അറിയാവുന്ന പോലെ നിങ്ങളുടെ കമ്പ്യൂട്ടർ RAM എന്ന ഉപകരണത്തെയും ROM എന്ന ഉപകരണത്തെയുമാണ് പ്രൈമറി മെമ്മറി എന്നുകൊണ്ട് വിവക്ഷിക്കുന്നത്. അതിൽ ഏറ്റവും പ്രസക്തമായത് റാമുമായിട്ടുള്ള മൈക്രോ പ്രോസസറിന്റെ കമ്മ്യൂണിക്കേഷനാണ്. ഉദാഹരണത്തിന്, നിങ്ങളുടെ മൈക്രോ പ്രോസസർ എന്ന ഉപകരണം അതിലെ ഡിജിറ്റൽ മെമ്മറിയായ റാമുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് ചിന്തിക്കുക. നിങ്ങൾക്ക് കൂടുതൽ അളവിൽ RAM വെക്കാൻ പറ്റുമോ ഇല്ല എന്നുള്ളതല്ല പ്രശ്നം, മൈക്രോ പ്രോസസറിന് അത് ഹാൻഡിൽ ചെയ്യാനുള്ള കഴിവുണ്ടോന്നാണ്. ഉദാഹരണത്തിന് 8 ലൈനുകളിലൂടെയാണ് മെമ്മറി അഡ്രസ്സിംഗ് നടത്തുന്നത് എന്ന് വിചാരിക്കുക. മൈക്രോ പ്രോസസർ 2/8, അതായത് 256 മെമ്മറി ലൊക്കേഷനുകൾ മാത്രം അഡ്രസ് ചെയ്യാനുള്ള കഴിവ് 8 ബിറ്റ് മെമ്മറി അഡ്രസ്സിംഗ് കപ്പാസിറ്റി ഉള്ള ഒരു മൈക്രോ പ്രോസസർ ഉണ്ടാവും. ഉദാഹരണത്തിന് നമ്മളുടെ 8088 എന്ന മൈക്രോ പ്രോസസറിന്റെ കാര്യം എടുത്താൽ 20 ലൈനുകളിലൂടെയാണ് അത് മെമ്മറി ലൊക്കേഷനിൽ അഡ്രസ് ചെയ്തിരുന്നത് അഥവാ അഭിസംബോധന ചെയ്തിരുന്നത്. സ്വാഭാവികമായും 2/20 ലൊക്കേഷനിൽ അഡ്രസ് ചെയ്യുക. 2/20 എന്ന് വെച്ചാൽ 1 MB RAM ആണ് ഇക്വലന്റ്. 1 മില്യൺ ലൊക്കേഷനുകളെ മെമ്മറി ലൊക്കേഷനിൽ അഡ്രസ് ചെയ്യാനുള്ള കഴിവാണ് 8088 ഉണ്ടാകുന്നത്. അതുമായി കമ്പയർ ചെയ്യുമ്പോൾ 80286-ന് 24 ബിറ്റ് മെമ്മറി അഡ്രസ്സിംഗ് കപ്പാസിറ്റി ആണുള്ളത്. ഈ 4 ബിറ്റ് വർധന കൊണ്ട് സംഭവിച്ചത് 1 മില്യൺ എന്ന വാക്കിന് പകരം
അഡീഷണൽ ആയിട്ട് 4 ബിറ്റ് വർദ്ധിച്ചപ്പോൾ 2⁴ എന്ന ഫിഗർ കൂടെ വർദ്ധിച്ചു. അതായത് 16 മില്യൺ 16 MB മെമ്മറി അഡ്രസ് ചെയ്യാനുള്ള കഴിവ് 8028 കിട്ടി. തുടർന്ന് വന്ന ടെക്നോളജിയിൽ 24 എന്നുള്ളത് 32 വർദ്ധിക്കുകയും സ്വാഭാവികമായും നമുക്ക് നമുക്ക് 2�32 മെമ്മറി ലൊക്കേഷനുകളെ അഡ്രസ് ചെയ്യാനുള്ള കഴിവ് ലഭിക്കുകയും ചെയ്തു. 80286 എന്ന മൈക്രോ പ്രോസസറിന് ശേഷം ഇന്റൽ പുറത്തിറക്കിയ 80386 ഇന്റൽ ഫാമിലിയിലെ ഏറ്റവും പ്രാധാന്യമുള്ള മൈക്രോ പ്രോസസർ ആയിരുന്നു. ഇന്റൽ പുറത്തിറക്കുന്ന ആദ്യത്തെ 32 ബിറ്റ് ടെക്നോളജി മൈക്രോ പ്രോസസർ കൂടിയായിരുന്നു 80386. അത് മാത്രമല്ല, നമ്മൾ ഇന്ന് പൊതുവെ കാണുന്ന കമ്പ്യൂട്ടിംഗ് ആർക്കിടെക്ചറുകളുടെ ഏറ്റവും പെർഫെക്റ്റ് ഉദാഹരണമായിരുന്നു 80386. ഇപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടിംഗ് ടെക്നോളജികളെ പൊതുവെ വിളിക്കപ്പെടുന്നത് അതുകൊണ്ട് i386 ഫാമിലി ഓഫ് കമ്പ്യൂട്ടേഴ്സ് എന്നാണ്. അതിന് കാരണം ഇതാണ്, ഇന്റൽ 80കളുടെ അവസാനം ഉണ്ടാക്കിയ 80386 മൈക്രോ പ്രോസസർ ആർക്കിടെക്ചർ അധിഷ്ഠിതമാണ് നമ്മളുടെ മിക്ക കമ്പ്യൂട്ടിംഗ് ഉപകരണങ്ങൾ ഇന്നും. 80386 ശേഷം ഇന്റൽ 80486 എന്ന പേരിൽ മൈക്രോ പ്രോസസർ റിലീസ് ചെയ്തു. തുടർന്ന് നമുക്ക് വളരെ പരിചിതമായ ഇന്റൽ പെന്റിയം ഫാമിലി ഓഫ് മൈക്രോ പ്രോസസർ ഉണ്ടാക്കിയുണ്ടായത്. ഇന്റൽ പെന്റിയം ഫാമിലി എന്ന് വിളിക്കപ്പെടുന്ന മൈക്രോ പ്രോസസർ 90കളുടെ തുടക്കത്തിൽ തന്നെ വന്നിരുന്നു വിപണിയിൽ. ഒരുപക്ഷെ ഇന്റൽ പെന്റിയം ഫാമിലി എന്ന് വിളിക്കപ്പെടുന്ന മൈക്രോ പ്രോസസർ 90കളുടെ പകുതി, അതായത് 95-96 കാലഘട്ടത്തിൽ തന്നെ വിപണിയിൽ വന്നിരുന്നു. അപ്പൊ എന്റെ കമ്പ്യൂട്ടർ ഇപ്പോഴും പെന്റിയം ആണ് എന്ന് പറയുന്നവരുണ്ട്. അതിനർത്ഥം പെന്റിയം എന്ന ഫാമിലി 95 കാലഘട്ടം മുതൽ ഇപ്പൊ ഈ 2015 കാലഘട്ടം വരെയുള്ള ചിപ്പുകൾക്കും പൊതുവായി നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളിലൊന്ന് പെന്റിയം എന്ന വാക്കാണ്. 80586 എന്ന പേരിടുന്നതിന് പകരം ഇന്റൽ ഉപയോഗിച്ച ഒരു ബിസിനസ് ടെർമിനോളജിയാണ് പെന്റിയം എന്ന വാക്ക്. പെന്റിയം തന്നെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ വലിയൊരു ഫാമിലിയായി മാറുകയും നോർമൽ പെന്റിയം ചിപ്പുകൾ പെന്റിയം 2 ആർക്കിടെക്ചർ, പെന്റിയം 2 സെലറോൺ, പെന്റിയം 3 സെലറോൺ ഫാമിലി, പെന്റിയം 4 ആർക്കിടെക്ചർ, തുടർന്ന് പെന്റിയം 4ന് തന്നെ പല വകഭേദങ്ങളായ പെന്റിയം 4 വിത്ത് ഹൈപ്പർ ത്രെഡിംഗ്, അഗെയിൻ മൾട്ടി കോർ പെന്റിയം ചിപ്പുകൾ, ഡ്യുവൽ കോർ, കോർ 2 ഡിവോ, i3, i5, i7 എന്നിങ്ങനെ നീളുന്ന ഡെസ്ക്ടോപ്പ് പ്രോസസർ മാർക്കറ്റും, അതുകൂടാതെ ഇതിന് പാരലായി തന്നെ സർവർ വിപണിയിലേക്ക് ഇറങ്ങിയ ഇന്റൽ സിയോൺ മൈക്രോ പ്രോസസർ അടക്കമുള്ള ചിപ്പുകൾ വിപണിയിൽ വന്നു. ചുരുക്കി പറഞ്ഞാൽ ഒരു ശരാശരി കസ്റ്റമറെ വളരെയധികം ആശയക്കുഴപ്പത്തിലാക്കാൻ മാത്രം വിഷയങ്ങൾ മൈക്രോ പ്രോസസർ എന്ന സാങ്കേതിക വിദ്യയിലുണ്ട്. നമുക്കൊരു പരിധിക്കപ്പുറം ഒരു തിയററ്റിക്കൽ ഡിസ്കഷനിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല മൈക്രോ പ്രോസസറെ കുറിച്ചുള്ള ചർച്ചകൾ. ഈ വീഡിയോയുടെ കൂടെ തന്നെ ഞങ്ങൾ മൈക്രോ പ്രോസസർ എന്ന വിഷയത്തെക്കുറിച്ചുള്ള കൂടുതൽ പഠനം നടത്താൻ ആവശ്യമായ ലിങ്കുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൂടെ തീർച്ചയായും നിങ്ങൾ നോക്കുക. കാരണം അക്കാഡമിക് തലത്തിലെ അടിസ്ഥാന ചർച്ച കൊണ്ട് തീരുന്ന വിഷയമല്ല മൈക്രോ പ്രോസസർ എന്നത്. ഇന്റൽ എന്ന കമ്പനിയെ കുറിച്ച് മാത്രമാണ് നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തത്. നമുക്ക് പരിചയമുള്ള മറ്റ് ചില കമ്പനികളും മാർക്കറ്റിലുണ്ട് അല്ലേ. AMD പോലുള്ള കമ്പനികൾ, പിന്നീട് ഇപ്പൊ പ്രസക്തമല്ലാതായി കഴിഞ്ഞ സൈറക്സ് പോലുള്ള കമ്പനികൾ ഉൾപ്പെടെയുള്ള പല കമ്പനികൾ മൈക്രോ പ്രോസസർ മേഖലയിൽ ഒരു കാലഘട്ടത്തിൽ മുന്നിട്ട് നിന്നിരുന്നു. ഇപ്പോഴത്തെ ഡെസ്ക്ടോപ്പ് വിപണിയിലെ ഒരു കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് ഇന്റലും AMDയും തമ്മിലാണ്. എങ്കിൽ പോലും ഇന്റൽ എന്ന കമ്പനിയുടെ പഴയൊരു ബിസിനസ് പാർട്ണർ ആയിരുന്നു AMD എന്ന് പലർക്കും അറിവുണ്ടാവില്ല. തുടക്കകാലത്ത് ഇന്റൽ എന്ന കമ്പനിയുടെ മൈക്രോ പ്രോസസർ ടെക്നോളജി കടമെടുത്തുകൊണ്ട് AMDയുടെ പ്ലാന്റുകൾ ഉൽപ്പാദിപ്പിക്കപ്പെട്ട AM സീരീസ് ഓഫ് മൈക്രോ പ്രോസസറുകൾ ഇന്റലിന്റെ അതേ വിപണിയിലേക്ക് തന്നെയാണ് എത്തിയിരുന്നത്. പിന്നീട് ഈ ഒരു കൂട്ടുകെട്ട് വേണ്ടെന്ന് വെച്ച് AMD സ്വതന്ത്രമായി ഉണ്ടാക്കി തുടങ്ങിയ മൈക്രോ പ്രോസസറുകളുടെ തുടക്കം 80386ന്റെ കാലഘട്ടത്തിലായിരുന്നു. എന്തായാലും പിന്നീട് ഇന്റലും AMDയും ബിസിനസ് ശത്രുക്കളായി മാറുകയും അവരുടെ കോമ്പറ്റീഷനിൽ നിന്ന് കുറച്ചുകൂടെ നല്ല ടെക്നോളജി ഉപകരണങ്ങൾ കിട്ടാനുള്ള ഭാഗ്യം കസ്റ്റമേഴ്സിന് ഉണ്ടാകുകയും ചെയ്തു. അപ്പോൾ എല്ലാ സീരീസിനെ കുറിച്ചും വിശദമായ ഒരു പഠനമല്ല നമ്മൾ നടത്തുന്നത്. നേരത്തെ സൂചിപ്പിച്ച പോലെ മൈക്രോ പ്രോസസർ ഫാമിലിയെ കുറിച്ചുള്ള ഒരു പൊതുവായ വിവരം നൽകുക മാത്രമാണ് ഈ സെഷന്റെ ഉദ്ദേശം. നമ്മൾ ഒറിജിനൽ ലെവൽ ചർച്ചയിൽ മദർ ബോർഡ് എന്ന ഇലക്ട്രോണിക് കമ്പോണന്റിലെ മൈക്രോ പ്രോസസർ എന്ന ഘടകഭാഗത്തെ കുറിച്ചുള്ളൊരു ചർച്ചയാണ് നടന്നത്. ഇതിനെക്കുറിച്ച് കൂടുതൽ ചർച്ചകൾ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് കമന്റ് ബോക്സുകളിലൂടെ തുടരാം. മൈക്രോ പ്രോസസറിനെ കുറിച്ചുള്ള ഈ സെഷൻ ഇവിടെ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. നന്ദി.